ഹലോ. അപ്പോൾ ദേ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ഷോപ്പിങ്ങിനാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു റെഡ് കളർ കുർത്തി എടുക്കാമെന്ന് വെച്ചു. അപ്പം നമ്മുടെ സുഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ ദേ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഡിയോയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് മാക്സിലേക്ക് പോയി. അവിടെ നമ്മൾ കുറച്ച് നേരം നോക്കി. പക്ഷെ നമുക്ക് കളർ ശരിയാവുമ്പം സൈസ് ശരിയാവില്ല, സൈസ് റെഡി ആണെങ്കിൽ കളർ ശരിയാവില്ല, അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ നമുക്ക് അവിടെ നിന്നും ഈ ടോപ്പ് കിട്ടിയില്ല. സോ നമ്മൾ നേരെ താഴെ ഇറങ്ങി അവിടുത്തെ ഒരു കഫേയിൽ വന്ന് 2 ഫ്രഷ് ലൈം കുടിക്കാമെന്ന് വെച്ചു. അവിടെ ദേ അത്യാവശ്യം ഫ്രഷ് ജ്യൂസും ടീയും ബർഗറും ഫ്രൈസും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ദേ നമ്മൾ 2 ഫ്രഷ് ലൈം പറഞ്ഞു. ഈ ഒരു ഗ്ലാസ്സിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അത്യാവശ്യം ടേബിളും ചെയറും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഫ്രഷ് ലൈം ഒക്കെ കുടിച്ച് നല്ല അടിപൊളി ചിൽഡ് ആയിട്ടുള്ള ഫ്രഷ് ലൈം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ നമ്മൾ വൈകിട്ട് പിന്നെയും പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് നമ്മൾ റോയൽ ബർഗേഴ്സിലാണ് കയറിയത്. അവിടുന്ന് അടിപൊളി ഒരു അൽഫാമും മോമോസും കഴിച്ചു കേട്ടോ. നല്ല സൂപ്പറായിട്ട് ജ്യൂസി ആയിട്ടുള്ള അൽഫാമായിരുന്നു. അൽഫാമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷേക്കും കൂടെ പറഞ്ഞു കേട്ടോ. ബനാന ഷേക്കാണ് പറഞ്ഞത്, വിത്ത് ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അതേ അതിൻ്റെ പുറത്ത് കുറച്ച് നട്ട്സും കോൺഫ്ലേക്സും ഒക്കെ വെച്ചിട്ട് അവർ അലങ്കരിച്ച് തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഷേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാറായപ്പോൾ വിചാരിച്ചു ഒരു മോമോസ് കൂടെ കഴിച്ചേക്കാമെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തിരുവാങ്കുളത്ത് ഐസ് ബർഗർ എന്ന് പറയുന്ന ഷോപ്പിലാണ്. അവിടെ നമ്മൾ ചിക്കൻ മോമോസ് ആണ് പറഞ്ഞത്. നല്ല സ്റ്റീംഡ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഫ്രഷ് ലൈമും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ ദേ ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. നമുക്ക് വൈകിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഫുഡും അടിപൊളിയാണ്. കുറേ വെറൈറ്റീസ് ഡിഷസ് ഉണ്ട് ഇവർക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.